നാഗസേരേന്ദ്രയുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ബാബുസ്വാമിയെ അറിയാം. ബാബുസ്വാമിയെ അറിയാത്തവർ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം. നാഗസേരേന്ദ്രയും ബാബുസ്വാമിയും പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരല്പം തമാശകൾ നിറഞ്ഞ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ എന്ത് കണ്ടാലും ട്രോളുന്നവർക്ക് ഒരു വീണ്ടും വിചാരത്തിലുള്ള വക നൽകുകയാണ് ഇപ്പോൾ ബാബുസ്വാമി. അത്തരത്തിലുള്ള ഒരു വിവരം പങ്കുവയ്ക്കാം. നാഗസേരേന്ദ്രി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സുപരിചിതമായ പേരാണ്. അവരുടെ ഒരു വീഡിയോയിലാണ് ബാബുസ്വാമി എന്ന മനുഷ്യനെ ആദ്യം ഞാൻ കാണുന്നത്. തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാധാരണ ജീവിതം നയിച്ച ഒരു സാധാരണ മനുഷ്യൻ. ഒരു വേദിയിൽ വെച്ച് ബാബുസ്വാമി ആര് എന്ന് നാഗസേരേന്ദ്രി പറയുന്നു. ബാബുസ്വാമി തൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. തൻ്റെ മനോഹരമായ ദിവസങ്ങളായിരുന്നു അത്. ബാബുസ്വാമി നന്നായി നൃത്തം ചെയ്യും. ഈ കാര്യങ്ങൾ അവിടെ കൂടിയിരുന്നവരുമായി അവർ സംഭാഷണ മധ്യേ പങ്കിടുകയാണ്. തന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ നാഗസേരേന്ദ്രയുടെ കൈകൾ ചേർത്ത് പിടിച്ച് ബാബുസ്വാമി നന്ദി പ്രകാശിപ്പിക്കുന്നതും ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ ഇത് നാഗസേരേന്ദ്രയുടെ വീഡിയോ പതിവായി കാണുന്നവർ അതിനെ ഒരു ട്രോളാക്കി മാറ്റി. പിന്നെ അങ്ങോട്ട് ട്രോൾ വീഡിയോകളുടെ വരവായി നമുക്കറിയാം. പ്രശസ്തരായവർ തുടങ്ങി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, കുട്ടികൾ വരെ ആ ഡയലോഗ് കടമെടുത്ത് ധാരാളം വീഡിയോകൾ പല രീതിയിൽ ചെയ്യുകയായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച നാഗസേരേന്ദ്രമാരെയും കാവ്യവേഷം ചുറ്റിയ ബാബുസ്വാമിമാരെയൊക്കെ കൊണ്ട് ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ അങ്ങ് നിറയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ വീണ്ടും ബാബുസ്വാമിയെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹത്തെ കണ്ടതോടെ ക്യാമറ കണ്ണുകൾ വളരെ പ്രശസ്തനായി മാറിയ ബാബുസ്വാമിയുടെ പിന്നാലെ ക്യാമറ കണ്ണുകൾ എത്തുന്നു. ഒടുവിൽ നാട്ടുകാരെല്ലാം ഓടി നടന്ന് ട്രോൾ ചെയ്യുന്ന ബാബുസ്വാമി ആര് എന്ന് കണ്ടെത്തുകയായിരുന്നു. പരിഹസിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം കാണിക്കുന്ന സ്വന്തം ജീവിതം തന്നെയാണ്. ഒരിക്കലും നമ്മളൊക്കെ ധരിച്ചതുപോലെ കാഷായം ധരിച്ച് ഒരു പബ്ലിസിറ്റി കിട്ടാൻ നടക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം നമ്മൾ ആ ഒരു ട്രോൾ ഭാവത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പരിഹാസ രീതിയിൽ കാണുന്നത് എത്രത്തോളം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാവി അണിയാത്ത സമയങ്ങളിൽ ബാബുസ്വാമിയുടെ വേഷം ഒരു നഗരസഭാ ജീവനക്കാരൻ്റെ കാക്കിയാണ്. കയ്യിൽ ഒരു നീളൻ കയ്യുറയുമായി മാലിന്യം നീക്കം ചെയ്യുന്ന ട്രക്കിലേക്ക് വഴിയോരം വൃത്തിയാക്കി മാലിന്യം വാരുന്ന കൊട്ടയിൽ നിറയുന്ന വസ്തുക്കൾ അദ്ദേഹം ആ ട്രക്കിലേക്ക് മാറ്റും. പാലക്കാട് തത്തമംഗലം നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരനാണ് ബാബുസ്വാമി. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ദിവസവും ഉച്ചയ്ക്ക് 1 മണി വരെ ജോലി ഉണ്ടാകും. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയം താൻ ആത്മീയതയ്ക്കായി ചിലവിടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സിദ്ധ സമ്പ്രദായത്തിലെ ധ്യാനം, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് നാഗസേരേന്ദ്രയുടെ ആ ഒരു വീഡിയോയിൽ വൈറലാവുന്നത്. വീഡിയോയെ മോശം രീതിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും ബാബുസ്വാമി പറയുന്ന മറുപടി ഇങ്ങനെയാണ്: എന്താണ് ഈ സംഭവം എന്നതിനെ കുറിച്ചാണ്. ഇതൊന്നും അവർക്കറിയില്ല. ബാബുസ്വാമി പറയുന്നു. കെ ബാബു എന്ന ബാബുസ്വാമി 1996 മുതൽ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. 2009 സ്ഥിരം ജീവനക്കാരനായി. ഇനി ഈ വീഡിയോയ്ക്ക് കാരണമായ നാഗസേരേന്ദ്രയെ കുറിച്ചുകൂടി പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് നാളുകളായി നാഗസേരേന്ദ്ര ആരായിരുന്നുവെന്നും നാഗസേരേന്ദ്രയുടെ ആ ഒരു പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമ്മളും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വളരെ വ്യത്യസ്തമായ ശൈലിയിലൂടെ ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ് നാഗസേരേന്ദ്രി ദേവി. തെറിവിളികളും ഉപദേശങ്ങളും ആത്മീയതയും ഒക്കെ അവരുടെ വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് റീച്ചുള്ള വീഡിയോകളാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ചും അവർ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും അവർ ഒരിക്കൽ മനസ്സ് തുറന്നിരുന്നു. ദിവ്യരാജ് എന്നതാണ് നാഗസേരേന്ദ്രയുടെ യഥാർത്ഥ പേര്. നാഗസേരേന്ദ്ര എന്ന പേര് സ്വയം സ്വീകരിച്ചതാണെന്ന് അവർ പറയുന്നുണ്ട്. പഠനത്തിൽ അത്രയൊന്നും മിടുക്കിയല്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ ഒരുപാട് പേര് തന്നെ കളിയാക്കിയിരുന്നു എന്നും നാഗസേരേന്ദ്രി പറഞ്ഞിട്ടുണ്ട്. ജീവിതം കൈവിട്ടുപോയി, ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പലരും വിധി എഴുതി എങ്കിലും ആ വാക്കുകൾ തന്നെ തളർത്തിയില്ല എന്നാണ് നാഗസേരേന്ദ്രി പറയുന്നത്. തൻ്റെ വീഡിയോകളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ചും നാഗസേരേന്ദ്രി വ്യക്തമാക്കുന്നു. താൻ അഭിമുഖം ചെയ്യാനായി എത്തുന്ന ചാനലുകളിൽ നിന്നും യൂട്യൂബർമാരിൽ നിന്നും താൻ പ്രതിഫലം വാങ്ങാറുണ്ട് എന്നത് അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ജീവിതമാണ് വിറ്റ് കാശാക്കുന്നത്. അവർ അതിൻ്റെ പ്രതിഫലം ചോദിക്കുന്നത് യാത്രയ്ക്കും നിത്യ ചെലവുകൾക്കും പണം ആവശ്യമായതുകൊണ്ടാണ്. ഇത്തരത്തിൽ നാഗസേരേന്ദ്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നാഗസേരേന്ദ്രി എന്ന ഈ സ്ത്രീയും അതുപോലെ തന്നെ ബാബുസ്വാമി എന്ന ഈ നഗരസഭ ശുചീകരണ തൊഴിലാളി ജീവനക്കാരനുമൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കഥാപാത്രങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്കൊക്കെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കാരണക്കാരായവരാണ് ഇവർ. ഇത്തരം കഥാപാത്രങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം അതേപടി എടുക്കാതെ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ അവർക്ക് മറ്റൊരു മുഖമുണ്ട് എന്നത് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി അവരെ പൂർണ്ണമായും
അവഹേളിക്കാതെ അപമാനിക്കാതെ അവരോട് ഒരല്പം മാന്യത കലർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാകുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് അഭിപ്രായം. കാരണം ഇതുപോലെ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന ബാബുസ്വാമിയെ പോലുള്ള ഒരാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു ഇമേജിലേക്കാണ് ഈ വീഡിയോയിലൂടെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുന്ന എല്ലാവരെയും പരിഹാസമായ രീതിയിൽ ട്രോളുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.